പരിപ്പ് വട വിഭവശാല. സൂപ്പർ. സ്ഥലമൊക്കെ പരിചയപ്പെടുത്തട്ടെ. ഇവിടുന്ന് പോയാൽ നമ്മുടെ വീടായി ഓഡിറ്റോറിയമായി മാടത്തിങ് ക്ഷേത്രം. ഇത് വേട്ടക്കുരുമകൻ അമ്പലം. കാണുന്നില്ല. അടുത്തത് ഓഡിറ്റോറിയം വരും, മാടത്തിങ് ക്ഷേത്രം വരും, പ്രസീതര ഭർത്താവിന്റെ വീട് വരും, പ്രസീതരയും വീട് വരും. രണ്ടാമത്തെ പറയുന്നു ഭർത്താവിന്റെ പേര് പറഞ്ഞാ പേര് വിനോദ് കുമാർ ഫ്രം ഉദിനൂര്. ഉദിനൂരാ? പ്രസീതേച്ചിയുടെ വീടല്ലേ ഉദിനൂര്? വിനോദ് കുമാർ. ഇത് മാടത്തിങ് ക്ഷേത്രം, ഇത് ഓഡിറ്റോറിയം, അടുത്ത എന്റെ വീട്. ഇതാണ് ഓഡിറ്റോറിയം. ഇതാണ് മൈ ഹൗസ്. മൈ ഹൗസും അതിനുള്ളിൽ പോയി. ഇതാ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് മൈ ഹൗസ് ആണോ? നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതുവരെ കാര്യം എന്താന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നീലേശ്വരം പോകുന്ന പാട്ട് 1, അത് കഴിഞ്ഞിട്ട് ഡാൻസിന്റെ കോസ്റ്റ്യൂമെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ വന്നത് അമ്പലത്തിലേക്കാണ്. സപ്താഹ യജ്ഞത്തിന്റെ പ്രസാദം, ഭഗവാന്റെ പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്തായിരുന്നു നമ്മൾ കോസ്റ്റ്യൂംസ് എടുത്തിട്ടായിരുന്നു വിടാൻ തീരുമാനിച്ചത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ടായ പ്രസീതേച്ചിൻ്റെ വകയാണ് സപ്താഹ യജ്ഞത്തിന് അന്നത്തെ ഭക്ഷണം. അപ്പം ഭക്ഷണം കൊടുത്ത് തീർന്നിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി നമ്മൾ ഓരോരുത്തർക്കും. ഇത് ഓലൻ, പിന്നെ പയറ് വറവുണ്ട്, സോയാ ബോൾ, സോയാ ജങ്ക്സ് ഇല്ലേ, സോയാ ജങ്ക്സ് കറി, അച്ചാറ്, പുളിശ്ശേരി, ഇത്രയും കറികളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. സോയാ ബോളല്ലേ? അങ്ങനെ പുളിശ്ശേരി വന്നു. അങ്ങനെ പുളിശ്ശേരിയെല്ലാം കൂടി കുഴച്ച് എന്ത് ടേസ്റ്റ് എന്ന് പറയുക കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് കോസ്റ്റ്യൂംസ് എടുത്ത് ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം അങ്ങനെ കഴിക്കണം ഞാൻ പറഞ്ഞേട്ടോ. ഗ്ലാസ്സിലെ പായസം കുറച്ച് ഇലയിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്താ ടേസ്റ്റ്. അപ്പോൾ അടുത്ത ട്രിപ്പ് ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റില്ലേ പായസം? അടിപൊളി. വേണം. മതി, അത്ര മതി. കപ്പാസിറ്റി ഇല്ല. കൊച്ചേ പറ മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ. നമുക്ക് പ്രസാദം കിട്ടിയല്ലേ ഭഗവാന്റെ? അങ്ങനെ പ്രസാദം കഴിച്ച് നമ്മൾ നേരെ സപ്താഹ മണ്ഡപത്തിലേക്ക് വിട്ടു. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു നിമിഷങ്ങളായിരുന്നു ഇത്. യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ സപ്താഹ യജ്ഞത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു മണ്ഡപത്തിൽ വന്നിരിക്കാനും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേന്ന്. വന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടി, ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി, തൊഴാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളതായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ വീട്ടിലേക്ക് വിടലാണ്. അപ്പം സ്റ്റാൻഡ് വരെ കാറിൽ നമ്മളെ കൊണ്ടാക്കും. അതിന് ശേഷം അങ്ങോട്ട് ബസ്സിൽ പോകണം. ഈ 7 ദിവസം ഭക്ഷണം ചോറൊഴിച്ച ക്ഷീണത്തിലല്ല, നിങ്ങൾ ആ ചോറൊഴിച്ച ക്ഷീണത്തിൽ മന്ദതയിൽ നടക്കുന്നത്. ചോറിച്ചില്ലേ? ഇല്ലേ? അടുത്ത ബാക്കിയില്ലേ? പരിപാടി ബാക്കിയില്ലേ? ഇവിടെ
ഗുളിക ഒന്നും കയ്യിൽ പിടിക്കായിരുന്നില്ലേ? പായസം കുടിക്കുമ്പോൾ ഗുളിക വെച്ചൂടെ? ഷുഗർ മാറും. ഷുഗർ ഉച്ചക്കലും ഗുളികയുണ്ട ഷുഗറിന്? പായസം കുടിക്കുമ്പോൾ ഷുഗർ ഗുളിക. പരിപ്പുവട വിഭവശാല രാവിലെ ഭക്ഷണം കഴിച്ച സ്ഥലം. ഇവിടെയും ചമ്മന്തി. അങ്ങനെ നീലേശ്വരം സ്റ്റാൻഡിലേക്ക് എത്തി. ഇനി നേരെ തൃക്കരിപ്പൂരിലേക്കുള്ള ബസ്സിലേക്ക് പോകണം. അതാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം. മഴ പിടിച്ചല്ലേ? മഴക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ജാൻവി മോള് നടക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങി. നമ്മളെ സ്റ്റോപ്പ് തൊട്ടടുത്താണ് തൃക്കരിപ്പൂർ. നമ്മളെ സ്ഥലത്തെത്തി. ഇനി നാളെ രാവിലെ നേരെ ആദ്യ ഡാൻസ് പ്രോഗ്രാമിലെ അമ്പലത്തിലോട്ട് പോകണം. ചെറുവത്തൂർ ശ്രീ ചക്രപുരം ക്ഷേത്രത്തിലേക്ക്. ചെറുത്തൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ചക്രപുരം ക്ഷേത്രത്തിലേക്ക് റിക്ഷയിലാണ് പോകേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എല്ലാവരും എത്തി. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുട്ടികളെ മേക്കപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വീട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ശരിയായിട്ടുണ്ട്. എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നടക്കുകയോ ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യാൻ ശരിയായിട്ടുള്ള വീട് ഇതാട്ടാ. വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം. ശ്രീ നരസിംഹലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രം. അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ പേര് വരുന്നത്. ഭജലേ രാമ നാമ സുഖധാമ, ഭജലേ രാമ നാമ സുഖധാമ, ഭജലേ രാമ നാമ സുഖധാമ. तेरा पूरन हो सब काम, तेरा पूरन हो सब काम, भजले राम नाम सुखधाम, भजले राम नाम सुखधाम. മേക്കപ്പ് ചെയ്യാൻ നമ്മൾ കയറിയ വീട്ടിലെ പൂജാമുറിയാണിത്. എനിക്ക് കണ്ണനെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. Got to the point. എൻ്റെ അമ്മക്കൊന്നും മിണ്ടാനും ആവശ്യമില്ല. വീട്ടില് ഒരു 3 ആൾ സെറ്റാണ്. ഞാൻ ഒറ്റക്കാണ്. സാധനം റേറ്റിംഗാ.
ഷൈനി തുടങ്ങി ഷൈനി. श्री नरसिंह लक्ष्मी नारायण क्षेत्र सरस्वती भगवत प्रसाद അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് പൊന്നാട നൽകിയിട്ട് ആദരിച്ചു ക്ഷേത്രാധികാരികൾ. കൂടെ മാഷിനും പൊന്നാട അണിയിച്ച് ആദരിച്ചു. പരിപാടി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഓരോരാളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവുമല്ലോ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. മാഷിൻ്റെ ഒന്നിച്ചും മേക്കപ്പ് ചെയ്ത ആർട്ടിസ്റ്റിൻ്റെ ഒന്നിച്ചും അങ്ങനെ അമ്പലത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആർമാദിച്ച് അങ്ങനെ ഫോട്ടോ എടുത്തു. എത്രയെല്ലാം ഫോട്ടോ എടുക്കാൻ പറ്റുമോ അത്രയും ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഭഗവാന്റെ പ്രസാദം ഉണ്ട് എല്ലാവർക്കും. അങ്ങനെ നല്ലപോലെ ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നേരെ വീട്ടിലേക്ക് എത്തലല്ലേ. പക്ഷേ വണ്ടി സൗകര്യം വേണ്ടല്ലേ. ജാൻവി മോളെ മാമൻ്റെ വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റോഡിൽ കുറേ നേരം കുത്തിയിരുന്നു വണ്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി.